മണിയംകുളം ഇടവകയുടെ തൊട്ടടുത്താണ് ഈ ഒരു സഹദ ഗാർഡൻസ് നിലകൊള്ളുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി ഇന്നേ ദിവസം ഞാൻ ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്റെ കൂട്ടത്തിൽ ജുബായ് എന്ന് പറയുന്ന ഇടവക്കാരനും കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കൂടിയാണ് ഈ ഒരു സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് എത്തിച്ചേരുന്നത്. സഹദ ഗാർഡൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അരുവിത്ര ദേവാലയത്തിന് കീഴിലാണ് ഈ ഒരു സഹദ ഗാർഡന്റെ നിർമ്മിതിയെല്ലാം നടത്തിയിരിക്കുന്നത്. വീടില്ലാത്തവർക്ക് ഒരു അഭയം, അതാണ് ഈ ഒരു മലമുകളിൽ ഉയർത്തപ്പെട്ടിരിക്കുന്ന ഈ ഒരു സഹദ ഗാർഡൻ കൊണ്ട് അരുവിത്ര വിശ്വാസികളെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ചുറ്റുപാടും കണ്ണോടിക്കുമ്പോൾ മലനിരകൾ ഇങ്ങനെ മാറി മാറി നിരനിരയായിട്ട് നിലകൊള്ളുന്നതിന്റെ സമീപ ഭാഗത്തായിട്ടാണ് ഈ ഒരു സഹദ ഗാർഡൻ നിലകൊള്ളുന്നത്. നല്ല ഒരു ആംബിയൻസിൽ മനോഹരമായ വീടുകളാണ് 22 എണ്ണം ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. അതാണ് ഈ ഒരു സഹദ ഗാർഡന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാമാന്യം നല്ല വീടുകൾ തന്നെയാണ് ഈ സഹദ ഗാർഡനിൽ എനിക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നത്. ഏറെ നാളുകൾക്ക് ശേഷം ഞാൻ എത്തിച്ചേർന്നത് കൊണ്ട് ആദ്യ ശോഭയൊക്കെ മങ്ങിപ്പോയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ നിർമ്മിതിക്ക് ബിഗ് സല്യൂട്ട്. കരുതലുള്ള ഒരു കൈത്താങ്, അതാണ് സഹദ ഗാർഡനിൽ എനിക്ക് കാണുവാൻ സാധിച്ചത്.